ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും ശ്ലോകം 4. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വർഷേ പ്രദീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുദൈച്ഛ നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇളാവൃതത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തില് പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങൾ അത്യുന്നതവും ശാന്തം ശാന്തസ്വരൂപനുമായ വെളുത്തതുമായ ആ ആകൃതിയുള്ള നിർമ്മലമായ ഏകജ്ഞാനത്തെ, അദ്വൈത ജ്ഞാനത്തെ തരുന്നവനുമായ നരസിംഹമൂർത്തിയെ നന്നായിട്ട് സേവിക്കുന്നു. ലളിതാത്മനി, ഇവിടെ നല്ല ഭംഗിയുള്ള വടിവോട് കൂടിയത്, ആകൃതിയോട് കൂടിയതും, കേതുമാലം എന്ന് പേരുള്ളതും, പ്രതീജി വർഷേ, കേതുമാല വർഷത്തിൽ, കേതുമാലം എന്ന് പേരുള്ളതായ ആ വർഷത്തിൽ, ആ ഭൂഖണ്ഡത്തില്, അത് ഇളാവൃതത്തിന്റെ പ്രതീജി പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഭൂഖണ്ഡത്തില്, കേതുമാലം എന്ന് പേരുള്ള ആ ഭൂഖണ്ഡത്തില് ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം, ദിവ്യലീലകളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും, സ്മിത ശോഭനാംഗം പുഞ്ചിരിയാലും അഴകേറിയ മനോഹരമായ ആകൃതി ഉള്ളവരും, ലക്ഷ്മിയാലും ശ്രീ ഭഗവതിയാലും, പ്രജാപതിയുടെ പുത്രന്മാരാലും, പ്രജാപതിയുടെ പുത്രന്മാരും നിഷേവ്യമാണ്, നന്നായിട്ട് സേവിച്ചു പോരുന്നവനും, തസ്യ ആ ശ്രീ ഭഗവതിയുടെ, ലക്ഷ്മി ദേവിയുടെ പ്രീതിക്ക് വേണ്ടി ധൃതകാമതനും, ധൃതകാമതനും കാമദേവനായി അവതരിച്ചവനുമായ, കാമദേവന്റെ രൂപം ധരിച്ചവനുമായ ത്വാം ഭജേ, അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. ഇവിടെ കാമദേവന്റെ രൂപം ധരിച്ചിരിക്കുന്ന പ്രദ്യുമ്നനെയാണ് ഇവിടെ കാമദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രജാപതി സുതന്മാര് ബ്രഹ്മപുത്രന്മാരായ സനകാദികളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ പ്രജാപതി പുത്രന്മാരും അതുപോലെ ശ്രീ ഭഗവതിയും പ്രദ്യുമ്നനെയാണ് ഇവിടെ പൂജിക്കുന്നത്. ഭഗവാൻ കാമദേവന്റെ അവതാരമെടുത്തു ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിട്ട് പ്രദ്യുമ്നൻ ജനിച്ചു. ആ പ്രദ്യുമ്നനെയാണ് ഇവിടെ ഈ കേതുമാലം എന്ന ഭൂഖണ്ഡത്തിൽ ഭജിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.